പേരയ്ക്കായുടെ വലിയ ആ ഒരു ഇച്ചിരി കട്ടിയുള്ള ആ ഒരു ശിഖരം തന്നെ മുറിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇത് കണക്ക് വലിയൊരു ശിഖരം മുറിച്ചിട്ട് അത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് അത് ഒറ്റയൊരു ഇതാക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് കണക്ക് വളവോ ചെരുവോ ഇല്ലാത്തത് നിങ്ങൾ എടുത്താലും മതി, കുഴപ്പമില്ല. പക്ഷെ നല്ല പോലെ കാര്യം പേരയുടെ ഈ ഒരു കമ്പെന്ന് പറയുമ്പോഴത്തേക്ക് അത് നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ആക്സോ ബ്ലേഡ് വെച്ച ഇതുകൊണ്ട് നല്ല കണക്ക് അറുത്തു മാറ്റിയത്. നമ്മൾ ഇത് വാക്കത്തിയൊക്കെ വെച്ച് വെട്ടുകയാണെങ്കിൽ അത് നമുക്ക് ശരിയായിട്ട് അത് കിട്ടത്തില്ല, പൊട്ടിയും അത്രയ്ക്കും കട്ടിയുള്ളതാണ് ഇതിന്റെ കമ്പ്. അവിടുന്ന് നമുക്ക് വേണ്ടത്, ഞാൻ ആദ്യമായിട്ട് പറഞ്ഞോട്ടെ, നമുക്ക് ഇത് കണക്ക് കാ വേണം, പഴുത്ത കാ വേണം, പഴം എന്ന് പറയാം, പഴം വേണം, ഇത് കണക്കത്തെ ചെടിച്ചട്ടി വേണം. ഇത് കൂടാതെ നമുക്ക് വേണ്ടുന്നത് അലോയ് വീര, അത് കത്താർ വാഴ വേണം, വെള്ളം വേണം. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട്. അപ്പൊ ആ കമ്പിന്റെ അറ്റം ഇത് കണക്ക് മുറിച്ചു വെക്കുക. കുറേശ്ശെ തൊലി മുറിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ തൊലി ചെത്തിക്കളഞ്ഞാൽ മതി. ബാക്കി അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മുറിക്കേണ്ട, തൊലി ഇത് കണക്ക് ചെത്തിക്കളഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇത് ചെത്തിക്കളഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ഒരു മിശ്രിതം ഉണ്ടാക്കി അതിനകത്താണ് നമ്മൾ ഇനിയിപ്പോ ഞാൻ ഇത് ചെയ്യുന്നത്, ഈ പഴം ഞാൻ എടുത്ത് അത് ചെറിയ ചീളുകളാക്കാൻ പോവുകയാണ്. അതിനു മുന്നേ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ കമ്പ് നമ്മൾ വെട്ടിയെടുത്ത കമ്പിന്റെ ഈ അറ്റങ്ങളും എവിടൊക്കെ തൊലി ഇല്ലാതിരിക്കുന്നോ അവിടെല്ലാം ഈ പഴത്തിലൂടെ കയറ്റി നമ്മൾ അതിന്റെ ആ ഒരു പഴത്തിന്റെ ആ ഒരു അംശങ്ങൾ, പഴത്തിന്റെ ചില ഭാഗങ്ങൾ അതിനകത്ത് പറ്റിപ്പിടിക്കണം. ആ ഒരു പഴമാകുമ്പോഴത്തേക്ക് അതിനകത്തൊരു മോയ്സ്ചർ ആയിട്ട് വരുന്നതാണ്. ആ മോയ്സ്ചർ ആയിട്ട് വരുന്നത് ഈ കമ്പെ നമുക്ക് പറ്റിപ്പിടിപ്പിക്കണം. ഇങ്ങനെ ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അധികം ഒരു ചെലവുകളൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇനി ഈ പഴം ഞാൻ മാറ്റി വെച്ച് ഞാൻ ഒരു പഴത്തിന്റെ പകുതി എടുത്ത് ഇനി പഴം നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി ആവശ്യമുണ്ട്. അപ്പം ഇതിനകത്തേട്ട് ഈ ചെടിച്ചട്ടിയിലേക്ക് ഞാൻ മണ്ണിടുകയാണ്. മണ്ണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ നോർമലായിട്ട മണ്ണാണ്. ഇതിനകത്ത് ചുമന്ന മണ്ണോ കറുത്ത മണ്ണോ വെള്ള മണ്ണോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഏറ്റവും നിങ്ങൾക്ക് ഏതാ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ആ മണ്ണ് നിങ്ങൾ ഉപയോഗിക്കുക. ഞാനപ്പോ ഈ ചട്ടി മണ്ണിട്ട് നിറച്ച്, ചട്ടി മൊത്തം നിറയ്ക്കല്ലേ, നിങ്ങളൊരു പകുതി ഭാഗം വെച്ച് നിറയ്ക്കുക. എന്നിട്ട് ഇത് ഒരു സ്വല്പം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കട്ടകളോ അങ്ങനെ എന്തെങ്കിലും കല്ലുകളോ ഉണ്ടെങ്കിൽ നമ്മളത് എടുത്തു മാറ്റണം. എടുത്തു മാറ്റിയിട്ട് ഈ ചെടി വെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നടുവ് ഇത് കണക്ക് സ്വല്പം ഒരു, അതായത് ഇത് ചെടി വെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആ നടുവ് സ്വല്പം ഇത് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കുപ്പി, അത് കണ്ടിച്ച കുപ്പിയാണ്. അതെടുത്ത് അതിനകത്തോട്ട് അതായത് നമ്മുടെ ഈ പഴം ഞാൻ ചെറിയ ചെറിയ ചീളുകളായിട്ട് അതിനകത്തോട്ട് കണ്ടിച്ചിടുകയാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഈ മണ്ണിന്റെ കൂടെ ചേരുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭക്ഷണമാണ് ഇതിന് കിട്ടുന്നത്, പ്രത്യേകിച്ച് സൂര്യപ്രകാശം കൂടെ കിട്ടുമ്പോഴത്തേക്ക്. അപ്പൊ ഇത് ഇതിന്റെ പെട്ടെന്നുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ വെള്ളത്തിലേക്ക് ഇത് കണക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുക. എന്നിട്ട് അത് നല്ല കണക്ക് നമുക്കൊന്ന് വേറെ ഒരു കമ്പെടുത്ത് നല്ല കണക്ക് മിക്സും ചെയ്യണം. ഞാൻ ആ കമ്പെടുത്ത് നല്ല കണക്ക് മിക്സ് ചെയ്യുകയാണ്. ഇതിനകത്ത് ഞാൻ അരിഞ്ഞിട്ട് ആ ഒരു പഴത്തിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ നല്ല കണക്ക് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചെടിച്ചട്ടി നമ്മൾ ആ ഒരു സ്വല്പം നടുഭാഗം ഇച്ചിരി കുഴിച്ചു വെച്ച് അവിടോട്ട് ഈ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്ക് ചെടി ആ കമ്പ് അവിടെ നാട്ടുവാൻ വേണ്ടിയിട്ട് അല്പം കൂടെ ഞാൻ അവിടുത്തെ മണ്ണ് മാറ്റി ബാക്കിയുള്ള കാര്യങ്ങളും അതിന്റെ ആ മിശ്രിതം വെള്ളത്തിന്റെ കൂടെ വന്ന ആ പഴത്തിന്റെ ആ തരികൾ ഞാൻ അവിടെ തന്നെ ഇട്ട് ഇനി ആ കമ്പ് വെച്ചിട്ട് മണ്ണിട്ട് ഇത് ഉറപ്പിക്കുകയാണ്. ആ കമ്പ് ഉറപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്നിട്ട് കമ്പ് ഇത് വെച്ച് ആ മണ്ണിട്ട് ഉറപ്പിച്ചിട്ട് അതിന്റെ മേളിൽ ഞാൻ ഇത് കണക്ക് മണ്ണ് വീണ്ടും ഇട്ട് ചെടിച്ചട്ടി നിറച്ച് ഇനി നമുക്ക് ഒഴിക്കേണ്ടത് വെള്ളമാണ്. വെള്ളം നിങ്ങൾ ഒഴിക്കുക. നിങ്ങൾക്ക് ഇത് കണക്ക് പമ്പ് ഒന്നുമില്ല. നിങ്ങൾ മഗ്ഗിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഒക്കെ കോരി ഇത് ഒഴിച്ചാൽ മതി. പക്ഷെ നല്ല കണക്ക് മണ്ണ് നിറയണം. നല്ല കണക്ക് മണ്ണ് നനയണം. അപ്പൊ അത് കണക്ക് തന്നെ ഈ കമ്പിന്റെ മേളിലും ഒക്കെ നിങ്ങൾ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും പറയും, വെള്ളമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. ഞാൻ എടുത്ത് മാറ്റി വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏതാണ്ട് ഒരു 28-30 ദിവസത്തോളം എടുത്തു നോക്കി അതിലൊക്കെ പുല്ല് വരുന്ന ആ ഒരു പരുവത്തിലായി. അപ്പൊ ഞാൻ വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് നല്ല കണക്ക് ഇലയൊക്കെ വന്ന് അത് കരുത്തോടു കൂടിയ ഇല വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും അതിനകത്ത് ആ മണ്ണിനകത്ത് കൊണ്ട് വെള്ളം ഒഴിച്ച്
അത് കണക്ക് തന്നെ ഇലകളിലും എല്ലാം വെള്ളം ഒഴിച്ച് ഞാൻ ഇതിൽ നിന്ന് ഇനി ട്രാൻസ്ഫർ ചെയ്യും. ഞാൻ വലിയ ഒരു ചെടിച്ചട്ടിയിലേക്ക് ഞാൻ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം. ചെടിച്ചട്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഈ പുല്ലെല്ലാം ആദ്യം പറിച്ച് കളയുകയാണ്. ഇനിയാണ് അടുത്ത പരിപാടി. നോക്കി, ഇലയെല്ലാം നല്ല കണക്ക് വന്നിട്ടുണ്ട്, നല്ല കണക്ക് ഇതിന്റെ ആ നാമ്പെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇതിനെ വേറൊരു ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഇച്ചിരി വലിയ ചട്ടിയിലേക്ക്. അത് കണക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ കൂടെ വേറെ മിശ്രിതങ്ങൾ ചേർക്കാനുണ്ട്. അലോവേര, അതായത് നമ്മുടെ കറ്റാർവാഴ ഇതിനകത്ത് ചേർക്കാനുണ്ട്. ആ കറ്റാർവാഴ ഞാൻ ഇത് കണക്ക് ചെടിച്ചട്ടി ഇച്ചിരി കൂടെ വലിയൊരു ചെടിച്ചട്ടി കൊണ്ടുവന്ന് അത് കണക്ക് തന്നെ ഞാനൊരു വാഴയില പോലത്തെ ഇത് ചേമ്പിന്റെ തണ്ടാണ്, ചേമ്പിന്റെ ആ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചേമ്പിന്റെ ഇല കിട്ടുമെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ വാഴയില കിട്ടുമെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് എടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ ഗ്ലാസ്സിൽ ഞാനൊരു വെള്ളം എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്സിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കറ്റാർവാഴയുടെ അലോവേരയുടെ ഇതിന്റെ തൊലി ഞാൻ കളയുകയാണ്. നമ്മുടെ ഫ്രണ്ടിലുള്ള 2 സ്ഥലവും ചെത്തിയിട്ട് ഫ്രണ്ടിലുള്ള ആ തൊലി കണ്ടിച്ച് കളയണം. ഇനി അത് ചീകണം. അതിനകത്തുനിന്ന് ഒരു മിശ്രിതം പുറത്തോട്ട് വരും. നിങ്ങൾ കണ്ടില്ലേ, ഇത് വരുന്നുണ്ട്. ഇത് കണക്ക് കത്തി വെച്ച് ഈ ഒരു പരുവത്തിൽ അതിനെ ചെയ്താലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ മിശ്രിതം ഇത് കണക്ക് നമുക്ക് കിട്ടണം. ആ കറ്റാർവാഴയുടെ അകത്തെ ആ ഒരു സാധനം നമുക്ക് കത്തി കൊണ്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് കിട്ടും. അതിന്റെ മൊത്തം ഇതിനകത്ത് വീണ് നോക്കി, ഇത് പേസ്റ്റ് പോലുള്ള ഒരു സാധനമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ജെല്ലി ഇത് ഒരു ജെല്ലി പോലുള്ള സാധനം വന്നിട്ടുണ്ട്. അത് നോക്ക്, ഇത് കോരി എടുക്കുമ്പോഴത്തേക്ക് നോക്കി ഏത് സ്ഥിതിയിലാണെന്ന്. ഈ ഒരു സാധനം നമുക്ക് കറ്റാർവാഴയിൽ നിന്ന് കിട്ടും. ഇതിന്റെ കൂടെ നമുക്ക് പഴം കൂടെ ഇടണം. പഴം കണ്ടിച്ചിടണം. ഞാൻ പഴം എടുത്തു വെച്ചിട്ടുണ്ട്. പഴുത്ത പഴമായിരിക്കണം, പച്ചക്കായ ഇടല്ലേ, അതുകൊണ്ട് പ്രയോജനമില്ല. ഇനി ഇതും നോക്കിയാൽ അത് കണക്ക് തന്നെ നമ്മൾ ചെയ്യുകയാണ് ഇതിലോട്ട് ഇടുന്നത്. പഴവും കാര്യം ഇത് തമ്മിലൊരു മിശ്രിതം, ഒരു തരത്തിൽ മിശ്രിതമാകണം, അതിനു വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ആ മിശ്രിതം മൊത്തം ഞാൻ ഈ അലോവേരയുടെ ആ പേസ്റ്റ് കണക്കുള്ള ജെല്ലി കണക്കുള്ള അതിനകത്തിട്ട് രണ്ടും കൂടെ വളരെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എത്രയൊക്കെ മിക്സ് ചെയ്താലും ഒരു പരുവത്തിൽ കൂടുതൽ അത് മിക്സ് ആകത്തില്ല. കാര്യം പഴമെന്ന് പറയുന്നത് അത്ര പെട്ടെന്നങ്ങ് അലിഞ്ഞ് പോകത്തില്ല. അതൊരു പരുവത്തിന് കിടക്കത്തേ ഉള്ളൂ. എങ്കിലും കഴിവതും നിങ്ങൾ നല്ല കണക്കായ ഇലയിൽ വെച്ച് തന്നെ അതിനെ മിശ്രിതമാക്കാൻ ശ്രമിക്കുക. രണ്ടും കൂടെ നല്ല കണക്കൊരു പരുവത്തിലാക്കുക. അതിനെ നോക്ക്, ഏത് പരുവത്തിലാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഏത് തരത്തിലാണ് നമ്മളത് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഈ വെള്ളത്തിലോട്ട് ഇടും. ഞാനത് വെള്ളത്തിലോട്ട് ഇടുകയാണ്. വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു കമ്പെടുത്ത് വീണ്ടും നമുക്കത് അതിനകത്ത് ആ വെള്ളത്തിൽ തന്നെ ഇളക്കി അത് വീണ്ടും നമുക്ക് മിശ്രിതമാക്കണം. നോക്കി അത് വെള്ളത്തിലോട്ട് വീഴുന്ന കാര്യം രണ്ടും കൂടെ ഒന്നിച്ച് നല്ല കണക്ക് അത് മിക്സ് ആയില്ലെങ്കിലും ഒരുമാതിരി നല്ല കണക്ക് മിക്സ് ആയി. ആദ്യം ഈ കത്തി കൊണ്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഒരു കമ്പെടുത്തുകൂടെ അത് ഇളക്കുകയാണെങ്കിൽ വളരെ നല്ലതാ. ഒന്നുകൂടെ നമുക്ക് അതൊരു മിശ്രിതം നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഞാൻ ഈ കമ്പ് ഈ പഴയ ചെടിച്ചട്ടിയിൽ നിന്നും, അതായത് ഈ വെള്ള ചെടിച്ചട്ടിയിൽ നിന്ന് ഞാനിത് മാറ്റുകയാണ്. ഇനി നമുക്കിത് ഈ പുതിയ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി വെക്കണം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വേര് പൊട്ടാതിരിക്കണം. കാര്യം വേര് പൊട്ടത്തില്ല, അധികം നാളാകാത്തത് കൊണ്ട് നമുക്കത് കിട്ടും. നോക്കി, വേരൊക്കെ എന്ത് നല്ല കണക്ക് വന്നിട്ടുണ്ട്. നോക്കി, എന്തു നല്ല വേരാ ഇതിന് വന്നിരിക്കുന്നത്. കാര്യം നമ്മൾ ആ മിശ്രിതം ഇട്ടതുകൊണ്ട് ആ പഴം വെള്ളത്തിനകത്ത് കഷ്ണിച്ചിട്ട് അത് വളരെ പോഷകവുമാണ്. ഏത് ചെടിക്കാണേലും ഏത് പ്ലാന്റിനാണേലും അത് വളരെ പോഷകവുമാണ്. പെട്ടെന്ന് അതിന്റെ വേരൊക്കെ ഇതിന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുകയും പെട്ടെന്ന് വേരുകളൊക്കെ നല്ല രീതിയിൽ വരികയും ചെയ്യും. ഈ വെള്ളം ഒഴിച്ച് കഴുകി അത് വൃത്തിയാക്കുക. ഇച്ചിരി നമ്മൾ കൈ കൊണ്ട് പിടിക്കരുത്. ഇതുകൊണ്ട് തന്നെ ഈ പമ്പ് കൊണ്ട് വെള്ളം ഒഴിച്ച് ഒരു പരുവത്തിലാക്കുക. അതിൽ നിന്നുള്ള മണ്ണൊക്കെ നമ്മൾ കളയാൻ ശ്രമിക്കും. മണ്ണെല്ലാം ഞാൻ നല്ല കണക്ക് കളഞ്ഞ് ഇതിനെ നോക്കി എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. നോക്ക്, നല്ല കണക്ക് നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ മണ്ണെല്ലാം പോയി നല്ല വേരാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അതിനകത്തേക്ക് ഞാൻ മണ്ണ് ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ ഏതാണ്ട് 3/4 ഭാഗത്തിൽ കൂടുതൽ മണ്ണിട്ട് നമ്മൾ ആദ്യം തന്നെ മൊത്തം ഇട്ട് നിറയ്ക്കല്ലേ. എന്നിട്ട് ഇതിനകത്തും നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് അല്പം ഇതങ്ങോട്ട് കുത്തി വെക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഉണ്ടാക്കണം. ആ ഒരു കുഴി പോലെ എടുത്തിടത്തോട്ട് നമ്മൾ ഈ വെള്ളത്തിന്റെ ഈ മിശ്രിതം ഒഴിക്കലോട്ട് ഈ കമ്പ് ഇറക്കി വെക്കണം. കമ്പ് ഇറക്കി വെക്കുമ്പോഴത്തേക്ക് വേര് പൊട്ടാതിരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധയോട് കൂടി തന്നെ വെക്കണം. കാര്യം വേര് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുണ്ടാകല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ പുറത്ത് വേര് വെച്ച് ഒരു പരുവത്തിന് വെച്ചിട്ട് ബാക്കി മണ്ണൂടിട്ട് ആ കമ്പിനെ അതിനകത്ത്, ഈ പേരമരമാണ്, പേരയ്ക്ക നല്ല രീതിയിൽ ഉണ്ടാകാൻ നിങ്ങൾക്ക് പറ്റും. ഇത് നിങ്ങൾ കാണണം. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനകത്ത് പേരയ്ക്കായി ഉണ്ടായി. ഈ ചെടി വളരെ നീളത്തിൽ വളരത്തില്ല, പക്ഷെ പേരയ്ക്കായി ഉണ്ടാവും. ഈ വെള്ളം വീണ്ടും അതിന്റെ പുറത്തൊഴിക്കുക.
പക്ഷെ പുറത്തൊഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് തന്നെ നിങ്ങൾ മണ്ണിടണം. മണ്ണിട്ടില്ലെങ്കിൽ മറ്റുള്ള കൃമികൾ വരാൻ സാധ്യതയുണ്ട്. അത് കണക്ക് തന്നെ എലി, ഇതിനെ ശ്രദ്ധിച്ചോണം. എലി കയറി ഇത് തുരക്കാൻ സാധ്യതയുണ്ട്. ഇത് ഈ കമ്പിനെ മറിച്ചിടാൻ സാധ്യതയുണ്ട്. അതപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം രാത്രിയിലൊക്കെ നമ്മൾ കിടന്നുറങ്ങും ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട്. പക്ഷെ അത് രാത്രിയിൽ എലി വന്ന് ഇത് ശല്യപ്പെടുത്തും. ഇതെല്ലാം കൂടെ തുരന്ന് പിടിച്ചു വെക്കും. വളരെ പെട്ടെന്ന് തന്നെ, അധികം ദിവസമായില്ല, അതിനു മുന്നേ പേരയ്ക്ക ഇവിടെ ശരിയായിട്ടുണ്ട്. ആ ഒരു കമ്പ് നോക്കി, കമ്പ് അധികം നീളത്തിൽ വന്നിട്ടില്ല. വളരെ ചെറിയ കമ്പിൽ തന്നെ ആ ഒരു പേരയ്ക്ക പിടിച്ചിട്ടുണ്ട്. നോക്കി എന്ത് നല്ല കരുത്തോടു കൂടിയ ഇലകളാണ്. അത് കണക്ക് തന്നെ അതിൽ നിന്ന് നാമ്പൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ പേരയ്ക്ക അതിൽ ഉണ്ടായി. അപ്പൊ ഇതൊരു നല്ല രീതിയാണ്. നിങ്ങൾ ചെയ്തു നോക്കും.